What's up friends? This is me Innu. Welcome back to my channel. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ചിപ്പ് ലെവൽ സർവീസ് ചെയ്യാൻ അത്യാവശ്യമായി വേണ്ട ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സുകളും അതിൻ്റെ യൂസേജുമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടൂൾസ് സെലക്ട് ചെയ്യുമ്പോൾ ആപ്പിൾ പോലുള്ള ഒരു ലക്സറി ബ്രാൻഡ് അതിൻ്റെ മെയിൻ പാർട്ട് ആയിട്ടുള്ള മദർ ബോർഡ് റിപ്പയർ ചെയ്യാൻ ഉള്ളതാണ് എന്നത് കൊണ്ട് തന്നെ ടൂൾസിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാവരുത്. ആപ്പിളിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സ് പറഞ്ഞ പോലെ ഡോൺസ് കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി. എന്നാൽ നമുക്ക് വിഷയത്തിലോട്ട് കടന്നാലോ? ചിപ്പ് ലെവൽ സർവീസ് എന്നത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള റിപ്പയറിംഗ് രീതി ആയതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പ് ഇതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. മൈക്രോസ്കോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ബ്രാൻഡഡ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. മെക്കാനിക്, സൺഷൈൻ, റിലൈഫ് ഇവയൊക്കെ നല്ല ബ്രാൻഡുകളാണ്. ചെറിയൊരു പ്രൈസിൻ്റെ കുറവുള്ളത് കൊണ്ട് അൺബ്രാൻഡഡ് സെലക്ട് ചെയ്താൽ അതിൻ്റെ ലെൻസിൻ്റെ ലൈഫ് കുറവായിരിക്കും. നെക്സ്റ്റ് XMD അഥവാ ബ്ലോവർ ആൻഡ് സോൾഡറിംഗ് അയൺ. ഐസികൾ റിമൂവ് ചെയ്യാനും റിഫിക്സ് ചെയ്യാനുമാണ് ഇവ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലും നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകൾ തന്നെ സെലക്ട് ചെയ്യുക. ഇല്ല എങ്കിൽ മദർ ബോർഡ് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. JBC, ക്യൂക്ക്, ആറ്റൻ, സുഗോൺ, ഓസ്റ്റീം, മെക്കാനിക് ഇങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ ഉണ്ട്. ഇതിൽ തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലോവറിൻ്റെ കേസിൽ ക്യൂക്കിൻ്റെ പല വെറൈറ്റീസ് ആണ്. സോൾഡറിംഗ് അയൺ ആണെങ്കിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് JBC ആണ്, ബട്ട് ഹൈലി കോസ്റ്റ്ലി ആണ്. പിന്നെ സുഗോൺ, ഓസ്റ്റീം, മെക്കാനിക് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്. ഏതാണെങ്കിലും സോൾഡറിംഗ് സ്റ്റേഷനോട് കൂടെ ഉള്ളത് സെലക്ട് ചെയ്യുന്നതാവും നല്ലത്. ഹീറ്റ് മനസ്സിലാക്കാനും പെട്ടെന്ന് ഹീറ്റ് ആവാനും എല്ലാം അതാവും നല്ലത്. ഇനിയും കുറച്ചുകൂടെ ടൂൾസ് റിക്വയർഡ് ആയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കല്ലേ. ബൈ.